നിഖിൽ, ഏതൊക്കെ നേതാക്കൾ തമ്മിലാണ് വാക്കേറ്റമുണ്ടായത്? ശിവരാജിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അദ്ദേഹം രോഷാകുലനായി പ്രതികരിക്കുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ശ്രീജിത്തെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുസ്ലിം ലീഗ് കൗൺസിലർ ഫിറോസ് ബാബു അദ്ദേഹം തനിക്ക് സംസാരിക്കാനുണ്ട്, ചില വിഷയങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുന്നു. എന്നാൽ നഗരസഭാ അധ്യക്ഷ അനുമതി നൽകിയതാകട്ടെ പുറകിലുണ്ടായിരുന്നു. അതിനു മുൻപ് ആവശ്യമുന്നയിച്ച മൻസൂർ എന്ന കോൺഗ്രസിന്റെ കൗൺസിലറോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് ലീഗ് പ്രതിനിധി തടസ്സപ്പെടുത്തുകയും നഗരസഭാ അധ്യക്ഷയ്ക്ക് നേരെ ആരോപണങ്ങൾ ചൊരിയുന്ന സാഹചര്യവും ഉണ്ടായി. രൂക്ഷമായ ഭാഷയിൽ അവരെ വിമർശിച്ചു. അപ്പോൾ തിരിച്ച് നഗരസഭാ അധ്യക്ഷയും ഈ ലീഗ് കൗൺസിലർക്ക് നേരെ ആഞ്ഞടിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴാണ് ഈ BJP കൗൺസിലർമാർ നടുത്തളത്തിലേക്ക് ഇറങ്ങി വരികയും അവർ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തത്. ആ സമയത്താണ് കാര്യങ്ങൾ വഴിമാറിയത്. ശിവരാജനടക്കം ഈ നഗരസഭാ അധ്യക്ഷയെ പ്രതിരോധിക്കാൻ വേണ്ടി നടുത്തളത്തിലേക്ക് ഇറങ്ങി നിൽക്കുകയും ആ സമയത്ത് വന്ന മറ്റു ചില കൗൺസിലർമാരുമായി, അത് പിടിച്ചു മാറ്റാൻ വന്ന മറ്റു ചില കൗൺസിലർമാരുമായി ഒരു കയ്യേറ്റത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഇപ്പോൾ അനുനയ നീക്കങ്ങളിലേക്ക് എല്ലാവരും അനുനയിപ്പിച്ചിരുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് മറ്റ് കൗൺസിലർമാർ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിഖിൽ പ്രമേഷ് തുടരുക. പാലക്കാട് നഗരസഭയിൽ നടന്ന വാക്കേറ്റത്തിൻ്റെ കയ്യാങ്കളിയുടെ അറ്റം വരെ എത്തി നിന്ന സംഭവങ്ങളുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംസാരിക്കാൻ അവസരം വേണം എന്നുള്ള ആവശ്യം ലീഗ് അംഗം ആവശ്യപ്പെടുകയായിരുന്നു. പക്ഷേ ലീഗ് അംഗം ഫിറോസ് ബാബു ആവശ്യപ്പെടുകയായിരുന്നു. പക്ഷേ മൻസൂർ എന്ന കോൺഗ്രസ് അംഗത്തിനാണ് നഗരസഭാ അധ്യക്ഷ സംസാരിക്കാനുള്ള അവസരം നൽകിയത്. തുടർന്ന് ലീഗ് അംഗം അത് ചോദ്യം ചെയ്യുകയും നഗരസഭാ അധ്യക്ഷയ്ക്ക് നേരെ പ്രതിഷേധമുയർത്തുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് ശിവരാജനടക്കമുള്ള നേതാക്കൾ ഇടപെടുന്നതും ഈ ലീഗ് അംഗത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരികയും നടുത്തളത്തിലേക്ക് എത്തുകയും പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തത്. തുടർന്നാണ് വലിയൊരു വാക്കേറ്റത്തിലേക്ക് കാര്യങ്ങൾ പോയത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നിഖിൽ പ്രമേഷ് തുടരുന്നുണ്ട്. നിഖിൽ, ഒരു സമവായത്തിലേക്ക്, സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ ഇപ്പോൾ? നിഖിൽ, മാറുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഒരു ഘട്ടത്തിൽ ഇപ്പോൾ വീണ്ടും മൻസൂർ സംസാരിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. മൻസൂറിനാണ് നേരത്തെ, കോൺഗ്രസ് പ്രതിനിധിയായിട്ടുള്ള മൻസൂറിനാണ് നേരത്തെ നഗരസഭാ അധ്യക്ഷ അനുമതി നൽകിയിരുന്നത്. എന്നാൽ ഈ ലീഗ് അംഗം തനിക്ക് സംസാരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുകയും അത് പറ്റില്ല, അതായത് ഓരോരുത്തരും നേരത്തെ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് മൻസൂറിന് അവസരം നൽകിയത്. മൻസൂർ സംസാരിച്ച് പൂർത്തിയാക്കിയ ശേഷം അവസരം തരാമെന്ന് ലീഗ് അംഗം ഫിറോസ് ബാബുവിനോട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ പറഞ്ഞെങ്കിലും അതിന് തയ്യാറായില്ല. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പ്രതിഷേധം ഉയർത്തിയപ്പോൾ ഈ ചില കാര്യങ്ങൾ ഈ ലീഗ് കൗൺസിലർക്ക് നേരെ ചില പരാമർശങ്ങൾ നഗരസഭാ അധ്യക്ഷ നടത്തി. അങ്ങനെയാണ് ചെറിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ യോഗം വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. വീണ്ടും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇന്നലെ നടന്ന BJP നേതൃത്വത്തിനെതിരായിട്ടുള്ള പരാമർശങ്ങളിൽ, പ്രതിഷേധങ്ങളിലൊക്കെ എന്തെങ്കിലും തുടർ ചലനങ്ങൾ ഇന്നിപ്പോൾ കൗൺസിൽ യോഗത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ ഉറ്റുനോക്കുന്നത്. അതിനിടെയാണ് ഇത്തരത്തിലുള്ള നാടകീയമായ ചില സംഭവങ്ങൾ കൂടി ഉണ്ടായത്. അതും പ്രധാനമാണ്. ഈ പാലക്കാട്ടെ തോൽവിക്ക് ശേഷം ചേരുന്ന നഗരസഭാ കൗൺസിലാണ്. ഒരുപക്ഷെ വരും മണിക്കൂറുകളിലും പ്രതിഷേധത്തിന്, പരിഹാസ സ്വഭാവത്തിലുള്ള പ്രതികരണത്തിനൊക്കെ നഗരസഭാ കൗൺസിലിൽ സാധ്യതയുണ്ട്. ഇപ്പോൾ പക്ഷേ തർക്കം രൂപപ്പെട്ടിരിക്കുന്നത് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടാണ്. അത് ലീഗ് നേതാവിന് സംസാരിക്കാൻ അവസരം നൽകിയില്ല, ലീഗ് അംഗത്തിന് സംസാരിക്കാൻ അവസരം നൽകിയില്ല എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ്. നഗരസഭാ അധ്യക്ഷയെ ചോദ്യം ചെയ്യുന്നതും പിന്നീട് അധ്യക്ഷയെ പ്രതിരോധിക്കാൻ ശിവരാജനെ പോലുള്ള നേതാക്കൾ, മുതിർന്ന നേതാക്കൾ നടുത്തളത്തിലേക്ക് ഇറങ്ങുന്നതും അതൊരു വാക്കേറ്റത്തിലേക്ക് പോകുന്നതുമാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഏതാണ്ട് സമാധാനപരമായ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നിഖിൽ പ്രമേഷ് തുടരുന്നുണ്ട്. നിഖിൽ, ഇതിനൊപ്പം ചേർത്ത് നമ്മൾ സൂചിപ്പിക്കേണ്ട കാര്യം, ഈ നഗരസഭാ ഈ പാലക്കാട് തോൽവിക്ക് പിന്നാലെയുള്ള ആദ്യ യോഗം, അതിൽ സ്വാഭാവികമായും കൗൺസിലർമാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിവാദങ്ങൾ, നേതൃത്വം ഇടപെടുന്നത്, പരസ്യ പ്രതികരണം വിലക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. എന്താണ് കൗൺസിൽ അംഗങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലപാട്? അവരുടെ നീക്കങ്ങൾ ഈ നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശത്തെ അതേപടി അംഗീകരിക്കുന്നുണ്ടോ പൊതുവായി അംഗങ്ങൾ? ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചയില്ല എന്ന് നഗരസഭാ അധ്യക്ഷ തീർത്തു പറയുകയാണ്. ശിവരാജൻ അടക്കം എഴുന്നേറ്റ് നിന്ന് എന്തോ ചില കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചപ്പോൾ രാഷ്ട്രീയ ചർച്ചയില്ല എന്ന് തീർത്തു പറയുകയാണ് നഗരസഭാ അധ്യക്ഷ. നമ്മൾ ഇന്ന് പ്രധാനമായും പ്രതീക്ഷിച്ചിരുന്നത്, നമുക്കറിയാം ഇന്നിപ്പോൾ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ്സ്, ഇന്നലെ Cകൃഷ്ണകുമാറിനെതിരെ പ്രമീള ശശിധരൻ അടക്കം രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവരോട് ഇനി പ്രതികരിക്കരുത്, ഇനി മാധ്യമങ്ങളോട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പ്രതികരണം നടത്തരുത് എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം നേതൃത്വം നൽകുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പ്രമീള
പ്രമീള ശശിധരന് പുറകിൽ ഒരുപാട് കൗൺസിലർമാരുണ്ട് എന്ന് നേതൃത്വം മനസ്സിലാക്കുന്നു. അതായത് അവരെ ചൊടിപ്പിക്കുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ അവരെ ചൊടിപ്പിക്കുന്നത് ഗുണപരമാകില്ല എന്ന് നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് അവരുമായ ഒരു അനുനയ നീക്കത്തിലേക്ക് കടക്കാൻ നേതൃത്വം കരുതുന്നത്. അതുകൊണ്ട് തന്നെ അവരോട് ഇനി പരസ്യ പ്രതികരണങ്ങൾ നടത്തരുത് എന്നുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ നേതൃത്വം നൽകിയിരുന്നു എന്ന് മാത്രമല്ല, അവരോട് പ്രശ്നങ്ങൾ പരിഹരിക്കാം, നിലവിൽ അവർ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നുള്ള ഉറപ്പും അവർക്ക് നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഈ ഇന്നലെ പ്രമീള ശശിധരൻ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അവർ പലപ്പോഴും പ്രചരണത്തിനും മറ്റും വേണ്ടി വീടുകളിൽ എത്തുമ്പോൾ ആളുകൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മറ്റ് സ്ഥാനാർത്ഥികളില്ലേ എന്ന് വരെ ചോദിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞിരുന്നത്. എന്തായാലും അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് BJP നേതൃത്വം ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് കോൺഗ്രസ് ഈ കൗൺസിലർമാർക്ക് വേണ്ടിയുള്ള വാതിലുകൾ തുറന്നിട്ടിട്ടുമുണ്ട്. ഏതെങ്കിലും അതൃപ്തരായ കൗൺസിലർമാരുണ്ടെങ്കിൽ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരുമായി ചർച്ച നടത്താമെന്ന് ഇതിനോടകം തന്നെ കോൺഗ്രസ് നേതൃത്വം DCC പ്രസിഡന്റ് തങ്കപ്പൻ തന്നെ നമ്മളോട് വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ നിലനിൽക്കെയാണ് ഇന്നിപ്പോൾ കൗൺസിൽ യോഗം നടക്കുന്നത്. അത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതുമാണ്. കൗൺസിൽ യോഗം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമാധാനപരമായ യോഗം പുരോഗമിക്കുകയാണ്. പക്ഷേ അല്പസമയം മുൻപ് സാഹചര്യം ഇതായിരുന്നല്ല. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ പ്രശ്നങ്ങൾക്ക് തുടക്കമെന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു കൗൺസിലറെ സംസാരിക്കാൻ വേണ്ടി നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ ക്ഷണിക്കുന്നു. ആ സമയത്ത് ലീഗിന്റെ കൗൺസിലർ എഴുന്നേറ്റ് നിൽക്കുകയും തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയും, തങ്ങൾക്ക് അവസരം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പരാതി ഉന്നയിക്കുകയും ചെയ്തു. ഇത് ചോദ്യം ചെയ്തപ്പോൾ നഗരസഭാ അധ്യക്ഷയുമായ ഒരു തർക്കം രൂപപ്പെടുകയും ശരി, പാലക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കയ്യാങ്കളി നിഖിൽ പ്രമേഷ് അതിന്റെ ദൃശ്യങ്ങൾ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.